എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി നോക്കാം. ആദ്യത്തെ ചോദ്യം, ദ പീരീഡ് ഫ്രം 1919 to 1947 of Indian national movement is known as Gandhian phase. 1919 മുതൽ 1947 വരെയുള്ള ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ആ ഫേസിന് പറയുന്ന പേരാണ് ഗാന്ധിയൻ ഫേസ് എന്ന്. ഓക്കെ, ദ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ലെഡ് ബൈ ഗാന്ധിജി ആർ ഗിവൺ ബിലോ. അപ്പം ഗാന്ധിജി നയിച്ച ഫ്രീഡം മൂവ്മെൻറ്റ്സ്, സ്വാതന്ത്ര്യ സമരങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അറേഞ്ച് ദം ക്രോണോലോജിക്കലി, അതിനെ വർഷങ്ങളുടെ ക്രമമനുസരിച്ച് ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹ, സാൾട്ട് സത്യാഗ്രഹ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്, നോ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. അപ്പോൾ ആദ്യത്തെ 1942 എന്താ സംഭവിച്ചത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. അപ്പോൾ 1942 നമുക്ക് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് എഴുതാം. നെക്സ്റ്റ് 1930 സാൾട്ട് സത്യാഗ്രഹ, ഉപ്പു സത്യാഗ്രഹം. നെക്സ്റ്റ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, അതിവിടെ തന്നിട്ടുണ്ട്. 1918 എന്താണ് അടുത്തത് വരുന്നത്? 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്. 1918 അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്കാണ്. 1917 ചമ്പാരൻ സത്യാഗ്രഹ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് വർഷങ്ങളൊക്കെ ഓർത്ത് വെക്കേണ്ടതുണ്ട്. ദണ്ഡി മാർച്ച് ഇനി നോക്കൂ, ദണ്ഡി മാർച്ച് നടന്ന വർഷം ഏതാണ്? ദണ്ഡി മാർച്ച് 1930 നടന്നത്. ദണ്ഡി മാർച്ച് 1930. മലബാർ റിബല്യൻ നടന്നത് 1921 1921 മലബാർ റഹല നടന്നത്. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1924 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്. ഇനി അടുത്തത് ചൗരി ചോര ഇൻസിഡൻറ്റ്, അതെപ്പോഴാണ് നടന്നത്? 1922 1922. ഇനി മലബാർ റിബല്യൻ നടന്ന വർഷം നമ്മൾ പറഞ്ഞു 1921. ഇനി അടുത്തത് എന്താണ്? നോൺ കോപ്പറേഷൻ നടന്ന വർഷമാണ് 1920. ഓക്കെ, ഈ വർഷങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇതിനോടൊപ്പം തന്നെ ഒരു ബി ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് എനി 2 ബോയ്ക്കോട്ട് പ്രോഗ്രാംസ് ഇൻ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് ലെഡ് ബൈ ഗാന്ധിജി ബഹിഷ്കരിച്ചു. ഇതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചു. അതിലേതെങ്കിലും 2 പ്രോഗ്രാംസ് എഴുതാനാണ്. അപ്പം ബോയ്ക്കോട്ട് ചെയ്തത് എന്തായിരുന്നു? ബോയ്ക്കോട്ടിങ് ഫോറിൻ ക്ലോത്ത്സ്, വിദേശ വസ്ത്രങ്ങളൊക്കെ ബഹിഷ്കരിച്ചു. നോൺ പേയ്മെൻറ്റ് ഓഫ് ടാക്സ് അടിക്കാൻ വിസമ്മതിച്ചു. പിന്നെ റിസൈനിങ് ജോബ്സ് ആൻഡ് റിനൗൺസിങ് ഹോണേഴ്സ്, ബ്രിട്ടീഷുകാരുടെ ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചു, ബഹുമതികളൊക്കെ വേണ്ടെന്ന് വെച്ചു. ബോയ്ക്കോട്ടിംഗ് കോടതികളും ബഹിഷ്കരിച്ചു. ഇനി കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഏതൊക്കെയായിരുന്നു? ഹിന്ദു മുസ്ലിം യൂണിറ്റി, പോപ്പുലറൈസേഷൻ ഓഫ് ഖാദിയെ, ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് നാഷണൽ സ്കൂൾ. അതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ആയിട്ട് ഉള്ളത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. The Europeans came to India for trade. Find out and write the order of the Europeans who came to India for trade. Who were called Lendans? What were the contribution of the Portuguese, who were also known as Parangis, in the agricultural and cultural fields? അപ്പോൾ നമ്മുടെ നാട്ടിൽ യൂറോപ്യൻസ് ഓരോരുത്തരായി ട്രേഡിന് വന്നു. അപ്പോൾ അതിൻ്റെ ഓർഡർ എഴുതാനാണ്. ആദ്യം വന്നത് ആരാണ്? പോർച്ചുഗീസാണ്, പിന്നെ ഡച്ചുകാരാണ്, പിന്നെ ഇംഗ്ലീഷുകാരാണ്, ലാസ്റ്റ് വന്നവരാണ് ഫ്രഞ്ച്. അപ്പോൾ ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൂ വർ കോൾഡ് ലെന്തൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആരായിരുന്നു? ദ ഡച്ചുകാരാണ് ലെന്തൻസ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത്, വാട്ട് വർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ദ പോർച്ചുഗീസ്, ഇവർ ഓൾസോ നോൺ ആസ് പറങ്കീസ് ഇൻ ദ അഗ്രികൾച്ചറൽ ആൻഡ് കൾച്ചറൽ ഫീൽഡ്സ്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ സംഭാവന, അവരെ വേറൊരു പേരിലും കൂടി പറയുന്നുണ്ട്. എന്താണ്? പറങ്കീസ്. ഓക്കെ, ലെന്തൻസ് ഡച്ചുകാർ, പറങ്കീസ് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ. അപ്പോൾ കൾച്ചറൽ ഫീൽഡ്സിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയായിരുന്നു? ദ പോർച്ചുഗീസ് കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് ആൻഡ് കോട്ടപുരം ഫോർട്ട്. അവർ പണിതതാണ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും അതേപോലെ കോട്ടപുരം ഫോർട്ടും. അഗ്രികൾച്ചർ ക്രോപ്സ് ലൈക്ക് പൈനാപ്പിൾ, ഗോവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടുബാക്കോ എക്സെട്രാ വർ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ബൈ ദ പോർച്ചുഗീസ്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. എന്തൊക്കെയാണ്?
പൈനാപ്പിൾ, പേരക്ക, പപ്പായ, മുളക്, കശുവണ്ടി, പുകയില ഇവയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വർ ദ സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു എക്സ്പ്ലോയിറ്റ് ദ മാക്സിമം റിസോഴ്സസ് ഫ്രം ദ അഗ്രികൾച്ചർ സെക്ടർ? അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് പരമാവധി ചൂഷണം ചെയ്യാൻ, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവർ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് ഉപയോഗിച്ചിരുന്നത്? ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സിന് താങ്ങാൻ പറ്റാവുന്നതിൽ കൂടുതൽ എന്ത് ചുമത്തി? ടാക്സ് ചുമത്തി. ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. No tax concession were sanctioned even when drought and flood destroyed the agriculture. ഇനി വെള്ളപ്പൊക്കം വന്നാലും അതേപോലെ വരൾച്ച വന്നാലും ഒന്നിനും എന്താണ് ടാക്സിന് ഒരു കുറവുമില്ല. എത്രയാണോ ടാക്സ് അത് അവർ അടിക്കണം. ഒരു കൺസെഷനും അവർ അനുവദിച്ചിരുന്നില്ല. അപ്പം നോ ടാക്സ് കൺസെഷൻ വെർ സാങ്ഷൻഡ് ഈവൻ വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡെസ്ട്രോയിഡ് ദ അഗ്രികൾച്ചർ. Imposed the condition that the tax was to be paid in the form of cash. അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്ത ഉൽപ്പന്നങ്ങൾ ടാക്സ് ആയിട്ടൊക്കെ കൊടുത്താൽ മതി. പക്ഷെ അവർ പറഞ്ഞു ആ ക്യാഷ് രൂപത്തിൽ തന്നെ ടാക്സ് വേണമെന്ന് നിർബന്ധം പിടിച്ചു. മിഡിൽ മാൻ, അതായത് ജമീന്ദാസ് വെർ അസൈൻഡ് ടു ദ ഡ്യൂട്ടി ഓഫ് കളക്ടിങ് ടാക്സ്. ഈ ടാക്സ് പിരിക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചത് ആരായിരുന്നോ? മധ്യസ്ഥന്മാരായിട്ട് ഏൽപ്പിച്ചത് ജമീന്ദാസിനെ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സതി ആൻഡ് evil പ്രാക്ടീസ് ദാറ്റ് prevailed in India. Several such social evils and practices prevailed in India. Can you name some of them? ഇപ്പോൾ സതി എന്ന് പറയുന്നത് നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ നിന്നിരുന്ന ഒരു ദുരാചാരമായിരുന്നു, ഈവിൾ പ്രാക്ടീസായിരുന്നു. അതേപോലത്തെ ഒരുപാട് ദുരാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഇതിൻ്റെ പേര് എഴുതാനാണ്. ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, പ്രൊഹിബിഷൻ ഓഫ് വിഡോ റീമാരേജ്, വിധവകൾ വീണ്ടും കല്യാണം കഴിക്കുന്നതിന് അവർ ഭയങ്കര എതിർത്തിരുന്നു. ഹ്യൂമൻ സാക്രിഫൈസ്, നരബലി, ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, പെൺ ശിശുഹത്യ, സ്ലേവറി, അടിമത്തം. ഇതിലേതെങ്കിലും 2-3 എഴുതിയാൽ മതി, മാർക്കിനനുസരിച്ച് എഴുതുക. ഇനി അടുത്തത് നമുക്ക് രാജാറാം മോഹൻ റോയ്. ഓക്കെ, രാജാറാം മോഹൻ റോയിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. രാജാറാം മോഹൻ റോയ് ഹൂ ഗെയിൻഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്ട്രോങ്ലി കണ്ടംപ്റ്റ് ദ എവിൾ പ്രാക്ടീസ് ലൈക്ക് സതി ആൻഡ് ചൈൽഡ് മാരേജ് ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ഇന്ത്യ. അപ്പോൾ രാജാറാം മോഹൻ റോയ് ആദ്യമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോൾ അദ്ദേഹം സതിയും അതേപോലെ ചൈൽഡ് മാരേജ്, അന്നത്തെ കാലത്ത് ഇന്ത്യയിൽ നിലനിരുന്ന ഈ ദുരാചാരങ്ങളെയൊക്കെ സ്ട്രോങ്ലി കണ്ടംപ്റ്റ്, അതിനെ ശക്തമായി എതിർത്തു. ഹിസ് ക്യാമ്പയിൻ അഗെയിൻസ്റ്റ് സതി പെർസ്യൂഡഡ് ലോർഡ് വില്യം ബെൻറ്റിക്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമകരമായിട്ടാണ് വില്യം ബെൻറ്റിക് എന്ന ബ്രിട്ടീഷ് ഗവർണർ എന്ത് ചെയ്തത്? സതി നിരോധിച്ചത്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് സതി നിരോധിച്ചത്? ആരാണ്? ലോർഡ് വില്യം ബെൻറ്റിക്. ഇനി അതിൻ്റെ പിന്നിലുള്ള സോഷ്യൽ റിഫോമർ ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. ആരാണ് സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ വില്യം ബെൻറ്റിക്കിൻ്റെ പേരാണ് എഴുതേണ്ടത്. പിന്നെ അദ്ദേഹം ഹി ഫൗണ്ട് ബ്രഹ്മ സമാജ് ടു പ്രൊപ്പഗേറ്റ് ഹിസ് ഐഡിയോളജി. അപ്പോൾ അദ്ദേഹം തുടങ്ങിയ ഒരു ഓർഗനൈസേഷനാണ് ബ്രഹ്മസമാജം. എന്താണ്? ബ്രഹ്മസമാജം. ഓക്കെ, ബ്രഹ്മസമാജ്. Okay, and gave message to the basis of the ideas of all regions are basically the same. He strongly believed that the caste system to be the major source of disparity in Indian society. He is known as father of Indian Renaissance. Indian Renaissance's father എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? രാജാറാം മോഹൻ റോയിയാണ്. ഇനി നമുക്ക് അടുത്ത ഒരാളെ പരിചയപ്പെടാനുള്ള സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർഗനൈസേഷൻ നമ്മൾ നേരത്തെ രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജ് എന്ന് പറഞ്ഞതുപോലെ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ഓർഗനൈസേഷനാണ് ആര്യ സമാജ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേഡിങ്സ്, ഗോ ബാക്ക് ടു വേദാസ്, വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക എന്ന ആ വേഡിങ്സ് വളരെ പ്രശസ്തമാണ്. അപ്പോൾ ഇതൊക്കെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വരാം. ഇനി അടുത്ത ഒരാളാണ് ജ്യോതിറാവ് ഫുലെ. അദ്ദേഹം ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്, ഓർഗനൈസേഷനാണ് സത്യശോധക് സമാജ്. അപ്പോൾ സത്യശോധക് സമാജ് ആരാണ്? ജ്യോതിറാവ് ഫുലെ. ഇനി അടുത്തത് പണ്ഡിത രമാബായി. അവരാരംഭിച്ച ഒരു ഓർഗനൈസേഷനാണ് ആര്യ മഹിളാ സഭ. പണ്ഡിത രമാബായി ആര്യ മഹിളാ സഭ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിവിങ് കണ്ടീഷൻസ് ഓഫ് സെപ്പോയ്സ് വെർ മിസറബിൾ ആൻഡ് ദേ ഹാഡ് ടു ലീഡ് എ ഹാർഡ് ലൈഫ്. The sepoys were disappointed with the condition. What are they?
അപ്പോൾ നമ്മളറിയാം 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, നമ്മുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. അതിന് കാരണമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിപ്പായികൾ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു, ബ്രിട്ടീഷുകാർ വളരെയധികം ബുദ്ധിമുട്ടിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ലിവിങ് കണ്ടീഷൻസ്, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പറ്റ അബദ്ധമായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. മീഗർ വേജസ് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വരുമാനം. പിന്നെ പ്രൊലോങ്ഡ് വർക്കിംഗ് ഹവേഴ്സ്, ഒരുപാട് നേരം ഇങ്ങനെ വർക്ക് ചെയ്യണം. പ്രൊലോങ്ഡ് നീളമേറിയ വർക്കിംഗ് ഹവേഴ്സ് ആയിരുന്നു. ഡിനൈൻ ലീവ് ചോദിച്ചാലോ തരില്ല, ഡിനൈൻ ലീവ്. സ്ലേവ് ലൈക്ക് ട്രീറ്റ്മെൻറ്റ് ബൈ സുപ്പീരിയർ ഓഫീഷ്യൽസൊക്കെ ഒരു അടിമകളെ പോലെയായിരുന്നു ട്രീറ്റ് ചെയ്തിരുന്നത്. പ്യുവർ ക്വാളിറ്റി ഓഫ് ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ മോശം. ഇതൊക്കെയായിരുന്നു അവരുടെ അനുഭവിച്ച പ്രശ്നങ്ങൾ. ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. വാട്ട് ആർ ദ റീസൺസ്? പോർച്ചുഗീസിനെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇംഗ്ലീഷുകാരുടെ മാതിരി ഒരു എന്താ പറയുക ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതെന്താണ് കാരണം? ചില കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് അങ്ങോട്ട് ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ ട്രേഡ് സെൻറ്റേഴ്സ് ഒന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയാനത്. അതിനെന്തായിരുന്നു കാരണം? ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ് ടു കോമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് യൂറോപ്യൻസ് വന്നിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് ഉണ്ട്, ഡച്ച് ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ബ്രിട്ടീഷ് ഉണ്ട്. പക്ഷേ അവർക്ക് ഒരുപാട് സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. ദേ ഹാവ് ഇനഫ് എക്കണോമിക് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥിതി ആൻഡ് മിലിറ്ററി റിസോഴ്സസ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ട്രേഡ് സെൻറ്റേഴ്സും അല്ലെങ്കിൽ സാമ്രാജ്യവും കൺട്രിയും ഒന്ന് സെറ്റപ്പ് ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ അത് രണ്ടും ഇവർക്കില്ലായിരുന്നു. എക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സസ്, സൈനിക ശക്തിയും ഇല്ലായിരുന്നു, സാമ്പത്തികമായിട്ടുള്ള ശക്തിയും ഇല്ലായിരുന്നു. ദി ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ്, അതായത് സ്വദേശികളിൽ നിന്ന് അവർക്ക് ഒരുപാട് എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരുപാട് നമ്മൾ മെയിനായിട്ടും ഫസ്റ്റ് ടേമാണ് ഫോക്കസ് ചെയ്തത് ഈ ഒരു വീഡിയോയിൽ. നമുക്ക് സെക്കൻഡ് ടേമും തേർഡ് ടേം റിവിഷനൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അതേപോലെ തന്നെ ക്ലാസ് 7 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ്, സോഷ്യൽ സയൻസിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ തന്നെ പഠിച്ചാൽ തന്നെ ഫുൾ മാർക്ക് മേടിക്കാം. ഈച്ച് ആൻഡ് എവറി ചാപ്റ്ററിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. Thank you for watching this video.